അപ്പോ ബഹുമാന്യനായ അഹമ്മദ് സാർ വികാരാതീതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടന്നതിന്റെ പേരിൽ സ്വാഭാവികമായും വിഷമമുണ്ടാകും, പ്രയാസമുണ്ടാകും. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കപട നാടകം പുറത്തു വന്നിരിക്കുന്നു, രംഗത്ത് വന്നിരിക്കുന്നു, അതിനുകൂടി വേദി സാക്ഷിയായിരിക്കുന്നു. പക്ഷെ എന്തിനാണ് ആ സംവാദം ഇങ്ങോട്ട് വലിച്ചിഴച്ചത് എന്ന് ചോദിച്ച അദ്ദേഹം തന്നെ ഏതൊരു ബുക്കിന്റെ കേസും ഇങ്ങോട്ട് വലിച്ചിഴച്ചിട്ടുണ്ട്. ഇവിടെ പറയാനുള്ളത്, ഈ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, നമ്മുടെ കലാലയങ്ങളിൽ പോയി അടിസ്ഥാനപരമായി സാമാന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യാഭ്യാസം നേടിയ ഏതൊരാൾക്കും വ്യക്തമായി അറിയുന്ന, ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വിഷയത്തിൽ കരാർ എഴുതിയാൽ ആ കരാർ നടപ്പാക്കണമോ വേണ്ടയോ, ആ വ്യവസ്ഥ നടപ്പാക്കണമോ വേണ്ടയോ, ഇനി അത് നടപ്പാക്കണമെങ്കിൽ അത് നടപ്പാക്കുന്ന വിഷയത്തിൽ ഏത് നിലപാട് സ്വീകരിക്കണം, അതിനപ്പുറം മറ്റൊരു ചർച്ച വേണമോ, ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരാളുടെ മുന്നിൽ ഒരു ചർച്ച വന്നാൽ, ഒരു കരാർ എഴുതപ്പെട്ടു കഴിഞ്ഞാൽ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ട കാര്യങ്ങൾ തടസ്സങ്ങളില്ലെങ്കിൽ നടത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. ഒരു കരാർ പാലിക്കണം, ആ രൂപത്തിൽ ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കരാർ ഇവിടെ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാർ അടിസ്ഥാനത്തിൽ നടക്കേണ്ടത് നടക്കണമെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവുകയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ആ വിഷയത്തിൽ എന്താണ് എന്നത് ഞങ്ങൾക്കറിയുകയില്ല. നേരെ മറിച്ച് ഇവിടെ കരാർ എഴുതപ്പെട്ടു കഴിഞ്ഞു, വാദപ്രതിവാദം ഇവിടെ ആവശ്യമുണ്ട് എന്ന് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത് മുജാഹിദ് പ്രസ്ഥാനമല്ല. നേരെ മറിച്ച് ഈ കൊടിയുത്തൂര് ഭാഗത്തും കക്കാട് ഭാഗത്തും ചില ജമാഅത്ത് നേതാക്കന്മാർ ഇറങ്ങിക്കൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ശരിയല്ലെന്നും, അവർ അപൂർണ ഇസ്ലാമിന്റെ ആളുകളാണെന്നും, അവർക്ക് ഇസ്ലാം മനസ്സിലായിട്ടില്ലെന്നും, അവർക്ക് ഇബാദത്തിന്റെ വിവക്ഷ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ലെന്നും, ഇബാദത്തിന്റെ പൂർണ്ണാർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല എന്നും, അപൂർണ ഇസ്ലാമിന്റെ ആളുകളാണ് മുജാഹിദുകളെന്നും ചില ആളുകൾ വാദിച്ചപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതാനും ചില കുട്ടികൾ അതിനെതിരെ രംഗത്ത് വന്നത്. ആ വാദമുന്നയിച്ചവരോട്, ആ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണം പറഞ്ഞവരോട് ആ യുവാക്കൾ, ആ ചെറുപ്പക്കാർ ചോദിച്ചു, അല്ല, നിങ്ങളുടെ ആരോപണങ്ങൾ, നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ശരിയാണെന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന്. ആ സമയത്ത് ഏതൊരു കരാറിന്റെ അടിസ്ഥാനത്തിലും ഏതൊരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലും മുജാഹിദ് പ്രസ്ഥാനവുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ സമയത്ത് ബഹുമാന്യരായ ഈ പറയപ്പെട്ട ജമാഅത്ത് നേതാക്കന്മാർ രംഗത്ത് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കരാറുകൾ എഴുതുവാൻ ഇവിടെ യോഗങ്ങൾ കൂടുകയുണ്ടായി. ഇതിലെന്തെങ്കിലും അസത്യമുണ്ട് എങ്കിൽ, ഞാൻ ഈ പറയുന്ന ഈ വാചകങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കളവുണ്ട് എങ്കിൽ എന്റെ മാന്യ സഹോദരന് ഇനിയും അവസരം തരും. ആ തെറ്റിദ്ധാരണ പരിപൂർണമായി ഇവിടുന്ന് നീക്കിയിട്ടേ അദ്ദേഹം പോകാവൂ എന്നുകൂടി കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. കരാർ ഇവിടെ എഴുതപ്പെട്ടു. രണ്ടു കൂട്ടരും കൂടിയിരുന്നു കൊണ്ട് ഒരു കരാർ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ നടത്തേണ്ട വാദപ്രതിവാദ വിഷയങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് കരാർ ഇവിടെ രൂപീകരിച്ചപ്പോൾ ജമാഅത്ത് നേതാക്കന്മാരോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുവാദത്തോടുകൂടി വാദപ്രതിവാദ രംഗത്ത് കരാർ എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ വന്നിരിക്കുകയും ആ നിയോഗിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ വാദം ഉന്നയിക്കുകയും ചെയ്തു. എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം? ഇവിടെ വായിച്ചു കേൾപ്പിച്ച് ഒന്നുകൂടി പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം, ജമാഅത്തെ ഇസ്ലാമി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു എന്ന മുജാഹിദ് വിഭാഗത്തിന്റെ ആരോപണം ശരിയല്ല. ഇതാണ് ഒന്നാമത്തെ വാദം. ആ ആരോപണമാണോ, അല്ലെങ്കിൽ അതിൽ സത്യമുണ്ടോ? വാദപ്രതിവാദത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ശരി, അത് വാദമായി എഴുതി. രണ്ടാമത്, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് വാദം എന്താണ്? അതും ഈ കരാറിലുണ്ട്. ഏതെങ്കിലും വാചകത്തിൽ പിഴവുണ്ടെങ്കിൽ, ഞാൻ ഈ കരാറിലുള്ളത് മാറ്റി വായിക്കുന്നുവെങ്കിൽ ബഹുമാന്യ സഹോദരൻ അവസരം തരും, അദ്ദേഹം അത് അങ്ങനെയല്ല എന്ന് പറയണം. എന്താണ് മുജാഹിദ് വാദം? ഇന്ത്യ പോലുള്ള ഒരു ഇസ്ലാമികേതര രാജ്യത്തെ ഭരണകൂടത്തിന് കീഴിൽ ഒരു മുസ്ലിമിന് പൂർണ്ണമായി തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്ന ജമാഅത്ത് ആദർശം ഇസ്ലാമിനെതിരാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം.
മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള കൃത്യമായ അവരോടുള്ള എതിർപ്പിനെ കുറിച്ചുള്ള വാദം എന്താണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന് ജമാഅത്തിനെതിരെ പറയാനുള്ള വാദം എന്താണ് എന്ന് കൃത്യമായി എഴുതി. രണ്ടു കൂട്ടരും തീരുമാനിച്ചു, ശരി, ഈ രണ്ട് വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥലം വ്യാപാര ഭവൻ, മുക്കത്തുള്ള വ്യാപാര ഭവൻ സ്ഥലമായി നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഉചിതമായ സമയത്ത് വാദപ്രതിവാദം നടത്താം എന്ന രൂപത്തിൽ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞുപോയ രേഖയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഈ രേഖ കരാറെഴുതിയതിനു ശേഷം ഈ കൈമാറപ്പെട്ട രേഖ ജമാഅത്ത് നേതാക്കന്മാരുടെ കയ്യിലുള്ള ഈ രേഖ, മുജാഹിദ് നേതാക്കന്മാരുടെ കയ്യിലുള്ള ഈ രേഖയ്ക്കു ശേഷം ഇതിനെ മറികടക്കുന്ന മറ്റൊരു രേഖയുമായി കടന്നു വരികയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർക്ക് പറഞ്ഞ ഒരു ദിവസത്തിൽ വാദപ്രതിവാദത്തിന് അവസരമില്ല, അതിന് സമയമില്ല, ആ സമയം ഉചിതമല്ല എന്നുണ്ട് എങ്കിൽ മുജാഹിദ് പക്ഷത്തെ അതറിയിച്ചാൽ മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കും. ആ സമയം മുജാഹിദ് പണ്ഡിതന്മാർക്ക് അനുകൂലമായ സമയമല്ലെങ്കിൽ ജമാഅത്ത് നേതാക്കന്മാരെ അത് അറിയിച്ചു കൊടുക്കും. അങ്ങനെ രണ്ടു കൂട്ടർക്കും അനുകൂലമായ ഒരു സമയത്ത് ഈ വാദത്തിൽ വാദപ്രതിവാദം നടത്താമായിരുന്നു. പക്ഷേ ചെയ്തതല്ലായിരുന്നു, നടന്നതല്ലായിരുന്നു. നേരെ മറിച്ച് കരാർ എഴുതിയതിനു ശേഷം, വാദപ്രതിവാദത്തിന്റെ സ്ഥലം നിശ്ചയിച്ചതിനു ശേഷം, വാദങ്ങൾ എഴുതിയതിനു ശേഷം, പരസ്പരം അത് ഒപ്പിട്ട് കൈമാറിയതിനു ശേഷം മടങ്ങിപ്പോയിട്ട് ഹിറാ സെന്ററിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിൽ നേരത്തെ വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ ആ രൂപത്തിലുള്ള വിശേഷണം അർഹമാകുന്ന രൂപത്തിലുള്ള കേന്ദ്രങ്ങളിലോ പോയിരുന്നു കൊണ്ട് അവിടെ ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, വേണ്ട, നമുക്കത് വേണ്ട, നമുക്ക് ആ ചർച്ച വേണ്ട, നമുക്ക് ആ വാദപ്രതിവാദം വേണ്ട, അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ലാതെ ലാഭമുണ്ടാവുകയില്ല. ഇത്രയും കാലം തലയും വാലും വെട്ടിമുറിച്ചുകൊണ്ട് എഴുതിപ്പിടിപ്പിച്ച വാചകങ്ങൾ വാദപ്രതിവാദ രംഗത്ത് നമുക്ക് സമർത്ഥിക്കുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വാദപ്രതിവാദം നടക്കരുത് എന്നാഗ്രഹിച്ചുകൊണ്ട്, ഈ കരാർ പൊളിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പിന്നീട് സുനഹദോസിന്റെ തീരുമാനമായി തന്നെ സങ്കല്പിക്കപ്പെടുന്നുവെങ്കിൽ അത് ശരിയാണോ എന്നാരെങ്കിലും കരുതിയാൽ തെറ്റല്ല എന്ന് പറയാൻ മാത്രം കൃത്യമായ രൂപത്തിലാണ് അവിടുന്നുള്ള തീരുമാനം വന്നത്. കരാറിന് ശേഷം ജംഇയ്യത്തുൽ ഉലമ ജമാഅത്തെ ഇസ്ലാമിയെ വാദപ്രതിവാദത്തിന് വിളിച്ചുകൊണ്ട് കത്തങ്ങോട്ട് കൊടുക്കണമെന്നാണ്. പിന്നെന്തിനാ കരാർ എഴുതിയത്? അപ്പൊ ഇത്രയും നേരം കരാർ എഴുതിയത് എന്താണ്? വാദപ്രതിവാദം വേണോ വേണ്ട എന്ന വിഷയത്തിലാണോ? വാദപ്രതിവാദം നടത്തണോ നടത്തണ്ടേ എന്ന വിഷയത്തിലാണോ? ഒരിക്കലും അല്ല. ഇതിവിടെ പറയേണ്ടി വന്നത് ബഹുമാന്യ സഹോദരൻ ഉന്നയിച്ച മതരാഷ്ട്രവാദം എന്ന വിഷയത്തിൽ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദത്തിന് കരാർ എഴുതിയത് എന്നതുകൊണ്ടാണ്. ഇനി ഒരു കാര്യം കൂടി അടിവരയിട്ടുകൊണ്ട് പറയട്ടെ. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, മുജാഹിദ് സാഹിത്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന്. എന്താണ് വൈരുദ്ധ്യമെന്ന് പറഞ്ഞത്? എന്താണ് വൈരുദ്ധ്യമെന്ന് പറഞ്ഞത്? കൃത്യമായ വിശദീകരണം ഇവിടുന്ന് തന്നുവല്ലോ, കൃത്യമായ വ്യാഖ്യാനം ഇവിടെ തന്നുവല്ലോ. മൗദൂദി സാഹിബ് പറഞ്ഞതുപോലെ, മൗദൂദി സാഹിബിന്റെ വാദം പോലെ ഏതെങ്കിലും ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. മൗദൂദി സാഹിബിന്റെ വാദം, സയ്യിദ് കുത്തുബിന്റെ വാദം, അത് ഒന്നുകൂടി കൃത്യമായി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് കാണണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ മടങ്ങിപ്പോകേണ്ടതില്ല. ഇവിടെ തന്നെ ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ട്, ഒറിജിനൽ പുസ്തകമുണ്ട്. മതരാഷ്ട്രവാദം എന്നത് അത് മതത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന വാദവുമായി കൂട്ടിക്കലർത്തേണ്ടതില്ല. മൗദൂദി പറഞ്ഞതുപോലെ ഉമർ മൗലവി പറഞ്ഞിട്ടില്ല. മൗദൂദിയുടെ വാദം കെ എം മൗലവിക്കില്ല. മൗദൂദിയുടെ വാദം മുജാഹിദ് പണ്ഡിതന്മാരിൽ ഒരാൾക്ക് പോലും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മൗദൂദികൾ വോട്ട് ചെയ്യാതെ മാറി നിന്നപ്പോൾ, മൗദൂദികൾ വോട്ട് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ, സർക്കാർ ഉദ്യോഗം പാടില്ലെന്ന് പറഞ്ഞപ്പോൾ, കലാലയങ്ങൾ കൊലാലയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ, കേരളത്തിൽ കലാലയങ്ങൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയത്തിൽ പങ്കുചേർന്നുള്ള പ്രവർത്തനവും അള്ളാഹുവിന്റെ അതീശാധികാരത്തിൽ കൈകടത്തലാണ്. മുജാഹിദുകളുടെ തൗഹീദ് തന്നെ ആ വിഷയത്തിൽ അപൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച് ജമാഅത്ത് പ്രസ്ഥാനം മറുഭാഗത്ത് മുജാഹിദ് പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ട് ഉരുചുറ്റുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് കെ എം മൗലവി രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലകൊണ്ടത്. അതുപോലെ തന്നെ മഹാനായ ഉമർ മൗലവി, അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലകൊണ്ടത്. പക്ഷേ ഉമർ മൗലവി രാഷ്ട്രീയ രംഗത്ത് നിലകൊള്ളുമ്പോൾ, കെ എം മൗലവി രാഷ്ട്രീയ രംഗത്ത് നിലകൊള്ളുമ്പോൾ, മുജാഹിദ് നേതാക്കന്മാർ രാഷ്ട്രീയ രംഗത്ത് നിലകൊള്ളുമ്പോൾ, മുജാഹിദ് നേതാക്കന്മാർക്ക് അതേ തൗഹീദില്ലെന്ന് പറഞ്ഞവരാണ്, തൗഹീദ് അവരുടെ തൗഹീദ് അപൂർണമാണെന്ന് പറഞ്ഞവരാണ്. സത്യത്തിൽ ഈ പറഞ്ഞ ജമാഅത്ത് നേതാക്കന്മാരും
ജമാഅത്ത് അനുയായികളും. പക്ഷേ ഇന്നിന്റെ സാഹചര്യത്തിൽ തങ്ങളുടെ വാദം വിലപ്പോവില്ലെന്ന് കണ്ടപ്പോൾ ഒന്നിന്റെ നിറം മാറുന്നത് പോലെ കാലത്തിന്റെയും സാഹചര്യത്തിന്റെയും സന്ദർഭത്തിന്റെയും ആ ഒഴുക്കിനനുസരിച്ചുകൊണ്ട് തങ്ങളുടെയും നിറം മാറണമെന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് പരിവപ്പെട്ടുവെങ്കിൽ, മാറ്റം ചെയ്യപ്പെട്ടുവെങ്കിൽ അത് ആ പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പണ്ടുകാലം മുതൽ തന്നെ പ്രവർത്തിച്ച ഉമർ മൗലവി പറഞ്ഞതും ആ മൗദൂദി സാഹിബ് പറഞ്ഞതും ഒന്നാണ് എന്നാണോ അങ്ങനെ സമർത്ഥിക്കാൻ കഴിയുമോ? കെ എം മൗലവിയെ പോലെ ശക്തനായ സാമൂഹിക, സാമ്പത്തിക, മതരംഗത്ത് തന്റേതായ കഴിവ് തെളിയിച്ച കെ എം മൗലവി സാഹിബ്, ആ കെ എം മൗലവി സാഹിബിന്റെ വാദങ്ങളും രാഷ്ട്രീയത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ച ആളുകളെ വിമർശിച്ചുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് ഊരുചുറ്റിയ ജമാഅത്തിന്റെ വാദവും ഒന്നാണ് എന്ന് പ്രാവർത്തിക രംഗത്ത് സമർത്ഥിക്കുവാൻ കഴിയുമോ? ഇല്ലെങ്കിൽ അതേ അവസ്ഥ തന്നെയാണ് ഒരു വാദം അവതരിപ്പിക്കുമ്പോഴും ജമാഅത്തിന്റെ വാദം പറയുമ്പോഴും ജമാഅത്തുകാർക്കുണ്ടായ ദുരവസ്ഥ. ഒന്നുകൂടി കേട്ടോളൂ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം.